സജിയേട്ടാ, ഈ കൊച്ചിതെന്താ കാണിച്ചു വെച്ചേക്കുന്നത്? നിങ്ങൾ വല്ലതും കണ്ടോ? എന്താണോ ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച് വെച്ച ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനൊക്കെ അത് ഇവളീ മുഖത്തോടെ കുത്തി തേച്ച് വെച്ചേക്കുന്നത്. എനിക്കിതൊക്കെ കണ്ടിട്ട് ദേഷ്യം ഇങ്ങനെ അരിച്ച് കയറി വരുവാ. പിന്നെ 5 വയസ്സുള്ളൊരു കൊച്ച്, 5 വയസ്സുള്ള കൊച്ചാണെങ്കിലേ അതിൻ്റേതായ കോലം കെട്ടൽ മതി. അല്ലാതെ നമ്മുടെ ബെഡ്റൂമിൽ കയറി എൻ്റെ ഒരു സാധനം എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയും മോളെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. മനസ്സിലായല്ലോ? ആ, ചേച്ചി വന്നല്ലോ. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ അത്യാവശ്യം നല്ല വില കൊടുത്താണെങ്കിൽ ഇവിടെ മേടിച്ച് വെച്ചേക്കുന്നത്. അതിതാ ഇവള് ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അത് ഈ പുന്നാര ആങ്ങളയോട് പറഞ്ഞപ്പോൾ ആങ്ങള പറയാണ് കാശ് കൊടുത്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ലയെന്ന്. കാശ് കൊടുത്ത് മേടിച്ചതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് കാശ് മുടക്കാൻ എൻ്റെ കയ്യിലില്ല. ഇനി ഞാൻ പറയുന്നത് കേട്ടിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു വിഷമം തോന്നിക്കഴിഞ്ഞാൽ സോറി, വേറെ ഒന്നുമല്ല. ഒരു 1-2 ദിവസം ഇവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അതിൽ കൂടുതലായി വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ഇവരായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പോണില്ല. നിങ്ങൾക്ക് അതൊട്ടും മനസ്സിലായി ഒന്നും ചെയ്യുന്നുമില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി, വേറെ ഒന്നും വിചാരിക്കരുത്. ആ, അതാ നല്ലത്. അതിന് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് ഒരു കൂടപ്പിറപ്പുള്ളൂ എന്നല്ലേ ചേച്ചി പറയണത്. എന്ന് കരുതിയിട്ട് ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, കൂടപ്പിറപ്പിനെ കാണാം, എന്നിട്ട് ചേച്ചി സന്തോഷമായിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം. അതിനൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല, അല്ലേ ഏട്ടാ? ഹൗ, സമാധാനമായി. പിന്നെ ഒരു പുന്നാര പെങ്ങൾ കണക്കായിപ്പോയി. എനിക്കിഷ്ടപ്പെടാത്തത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ഞാൻ പറയും. അത് ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കുക.